ഇടുക്കി രാജാക്കാട് മമ്മട്ടിക്കാനത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് സ്വകാര്യ വ്യക്തികൾ തടസ്സം നിൽക്കുന്നതായി പരാതി. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലം സ്വകാര്യ വ്യക്തികളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പ്രാദേശിക നേതാക്കളും കരാറുകാരനും ഒത്തുകളിക്കുന്നതായും ആക്ഷേപം. രാജാക്കാട് മമ്മട്ടിക്കാനത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് 2 സ്വകാര്യ വ്യക്തികൾ തടസ്സം നിൽക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. കുത്തുങ്കൽ ഗ്യാപ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് വിവിധയിടങ്ങളിൽ ആധുനിക രീതിയിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൂർത്തിയാക്കി വരുന്നത്. പ്രദേശത്തെ 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്രത്തിന്റെ നിർമ്മാണം നടത്തിയാൽ തങ്ങളുടെ വ്യാപാര കേന്ദ്രം മറഞ്ഞുപോകുമെന്ന അടിസ്ഥാനരഹിതമായ നിലപാടാണ് മമ്മട്ടിക്കാനത്തെ സ്വകാര്യ വ്യാപാര ഉടമ നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണം നടക്കുന്ന അപ്രധാനമായ പല സ്ഥലത്തും വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ ഉത്സാഹം കാണിക്കുന്ന അധികൃതർ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഈ നിർമ്മാണത്തോട് എതിർപ്പ് കാണിക്കുന്നതിൽ ചില പ്രാദേശിക പാർട്ടി നേതാക്കൾക്കും പങ്കുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് അധികൃതർ സ്ഥലത്ത് വന്നു പോകുന്നതല്ലാതെ പ്രശ്നത്തിന് പരിഹാരമൊന്നും ഉണ്ടാക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. സ്വകാര്യ വ്യക്തികൾ തടസ്സം നിൽക്കുന്നതിനാൽ നിർമ്മാണം നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് കരാറുകാരന്റെ മറുപടി. കൂടാതെ പഴയ പടുത്തി റേഷൻ കടയ്ക്ക് സമീപത്തും റോഡിന്റെ ഒരു ഭാഗം അപകടമുണ്ടാകുന്ന രീതിയിൽ വീതി കുറച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ രാജാക്കാട് പഞ്ചായത്ത് അധികൃതരും കരാറുകാരനും സൈറ്റ് എഞ്ചിനീയറും 2 സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഒത്തുകളിക്കുകയാണെന്ന് AYIF മണ്ഡലം സെക്രട്ടറി ഷിനു എം.എ ആരോപിച്ചു. വാർഡ് മെമ്പറെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഈ ജനങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ട് ഇവര് പോയിട്ട് എന്തിനാണ് ജനങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന നിലയിലുള്ള വെയിറ്റിംഗ് ഷെഡ് ഇവിടെ വരുന്നതിന് എന്തിനാണ് ഇവർ തടസ്സം നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല. 2 വ്യക്തികൾക്ക് വേണ്ടി ഇവിടെ നിരവധിയായ ആൾക്കാരുടെ ആവശ്യം തള്ളിക്കളയുന്ന പഞ്ചായത്തിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറിനോടും ഞങ്ങൾ വളരെ അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇത് നടപടി ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾക്ക് പോവുകയാണ്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതിന് സ്വകാര്യ വ്യക്തികൾ തടസ്സം നിൽക്കുന്നത് ന്യായമല്ലെന്നും പ്രശ്നത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും AYIF നേതാക്കൾ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.